ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 120 ഗ്രാമിൻ്റെ ഓറിയോ ബിസ്ക്കറ്റാണ്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു മോൾഡൊക്കെ ആദ്യം റെഡിയാക്കി വെക്കും. അതുകൊണ്ട് ഓൾറെഡി ഒരു മോൾഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ പരത്തിയിട്ടുണ്ട്, പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്യാസിലാണ്. ഗ്യാസിൽ നമ്മൾ കടായി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഓവനിലല്ല. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് കേക്ക് തയ്യാറാക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിലിടാം. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിടാം. ക്രീമോട് കൂടി തന്നെ പൊട്ടിച്ചിടാം, കുഴപ്പമില്ല. ക്രീം മാറ്റണമെന്നില്ല, അതോടുകൂടി തന്നെ പൊട്ടിച്ചിടാം. നമ്മൾ എല്ലാം ബിസ്ക്കറ്റും പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ച് എടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചിട്ട് കൊണ്ടുവരാം. നമ്മൾ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം പാലിരിക്കേണ്ടത്. തണുത്ത പാലൊന്നല്ല ചേർക്കേണ്ടത്, ചൂടുപാലും അല്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന പാല്. ഓക്കെ, 1/2 കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ അല്ലാതെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കണ്ട. അപ്പോൾ ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർക്കുകയാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഓക്കെ, 1.5 ടീസ്പൂൺ വരെ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ബേക്കിംഗ് പൗഡർ ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പ്ലസ് 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ബേക്കിംഗ് സോഡയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡയാണെങ്കിൽ ഇത് ബേക്കിംഗ് പൗഡറാണ്. നമുക്കിനി 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. അര ടീസ്പൂൺ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിതൊന്നും ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ച് നമുക്കിത് ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മോൾഡിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈസി ആയിട്ടൊരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് പറ്റും, കണ്ടില്ലേ? നമുക്ക് മൈദ വേണ്ട, മുട്ട വേണ്ട, ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ എന്താ പറയുക, ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ മറ്റേ എന്താ പറയുക, ബോർബോൺ അങ്ങനത്തെ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ എടുക്കുക. നമുക്ക് ഷുഗർ ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ ഓൾറെഡി ഷുഗർ നല്ല മധുരമുള്ളതാണ്. ആ ബിസ്ക്കറ്റിന് മധുരം, അതായത് ക്രീമിൻ്റെയും കൂടിയൊക്കെയുള്ള മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയുള്ള ഒരു മധുരം ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കാര്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഇടാം. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കടായി ചൂടാക്കണം. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇതിൽ വെക്കാം. അതേപോലെ തന്നെ പാത്രം ഒന്ന് അടച്ച്
10 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യില്ല അത് തന്നെ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനൊന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി ഇതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാവട്ടെ, പാത്രം ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പം ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ലോ ഫ്ലെയിം ആക്കാം. ഇനി നമുക്ക് നമ്മുടെ മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പം നമുക്ക് പാത്രം തുറക്കാം. ഇത് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളിക്കരുത്. ഈ പാത്രം അടയ്ക്കാം. അതേപോലെ തന്നെ ഈ ഹോൾസിൽ ഒരു ഗ്രാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കൊരു 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റ് ആയിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും കേക്ക് ബേക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി 30 മിനിറ്റ് ആയതിനു ശേഷം കാണാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. 30 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഞാനിത് തുറക്കാണ്. കണ്ടോ, നന്നായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ക്യൂർ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് സെൻറ്ററിലൊന്ന് കുത്തി കൊടുക്കുക. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പം എന്തായാലും നല്ല ചൂടാണ്. അപ്പം നമ്മുടെ കേക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്, ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ പാത്രം അടച്ചു വെക്കുമ്പോൾ എയർ ഒന്നും പോവാത്ത രീതിയിൽ വേണം ഇത് അടച്ചു വെക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഇനി അഥവാ 30 മിനിറ്റ് ആയിട്ടും ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെക്കുക. ഓക്കെ, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. കണ്ടോ, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു അടിപൊളി കേക്ക്, ചോക്ലേറ്റ് കേക്ക് എന്തായാലും ട്രൈ ചെയ്യുക. വെറും 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടു: ബിസ്ക്കറ്റ്, പാല്, ബേക്കിംഗ് പൗഡർ. ഓക്കെ, എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫീഡ്ബാക്സും അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചർ, അതായത് ഫോട്ടോ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരിക. ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ കൊടുക്കാം. ചോക്ലേറ്റ് ഗനാശ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രീമൊക്കെ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യണില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എന്തായാലും ഡിമോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം, പേടിക്കണ്ട കേട്ടോ. ബൈ. അപ്പോൾ നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്യാം. കാരണം എൻ്റെ കുട്ടികൾ അവർക്ക് ക്ഷമയില്ല, അവർക്കിത് ഇപ്പം തന്നെ കിട്ടണം. അപ്പോൾ എന്തായാലും നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ചൂട് നന്നായിട്ട് ആറിയിട്ടൊന്നുമില്ല. പിന്നെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഡിമോൾഡ് ചെയ്യാണ്. നിൽക്കുക ഒരു മിനിറ്റ്. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഊരിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണുണ്ടോ? ട്രൈ ചെയ്യാതിരിക്കരുത്, ഇപ്പം തന്നെ പോയിട്ട് ട്രൈ ചെയ്തോളൂ. അപ്പം നമ്മുടെ സൂപ്പർ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ ശരിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല. കാരണം പിള്ളേർ ഇവിടെ എനിക്ക് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്യാണ്ടില്ലേ. നോക്കൂ, കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റ്. വാവ്, സൂപ്പർ 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 സോഫ്റ്റാണ്.
കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ അത് നിങ്ങളുടെ താല്പര്യമാണ്, ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രീം വെച്ചിട്ടോ, നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബാറ്റർ മിക്സ് അതായത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ, നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക്സ് എന്തായാലും എഴുതിയായിരിക്കണം. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താലാണ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യൂ. ഓക്കെ, എനിക്ക് അതിൻ്റെ റിസൾട്ടാണ് കിട്ടേണ്ടത്, അതിൻ്റെ കമൻസാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.